ഇന്ന് ഒച്ചപ്പാടും ബഹളമൊന്നുമില്ല ഗൈസ്. ഇന്ന് ആത്മീയത മോഡ് ഓൺ ആക്കിയിരിക്കുകയാണ്. പിന്നല്ലാണ്ട് സർക്കാർ ഒന്നടങ്കം ആത്മീയതയിലേക്ക് പോകുമ്പോ നമ്മൾ അതിനെ കുറച്ചെങ്കിലും സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ മോശല്ലേ? വർഗീയവാദികൾക്ക് വിശ്വാസമൊന്നുമില്ല. വിശ്വാസം ഒരു ഉപകരണമായിട്ട് ഉപയോഗിക്കുന്നവരാണ് വർഗീയവാദികൾ. ആ വർഗീയവാദികളുടെ പ്രചാരവേലയോടൊപ്പം ചേർന്ന് നിൽക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഇല്ല. വിശ്വാസികൾക്കൊപ്പമാണ് ഞങ്ങൾ. ഗോവിന്ദ മാഷിനൊക്കെ വന്നൊരു മാറ്റേ ജെൻഡർ ഈക്വാലിറ്റിക്ക് വേണ്ടി വനിതാ മതിൽ തീർത്തതും ഈ പറയുന്ന വിശ്വാസങ്ങളൊക്കെ മിത്താണെന്ന് പറഞ്ഞതും എല്ലാം ഗോവിന്ദ മാഷും മറന്നു പോയിരിക്കണു. ഇപ്പൊ മനസ്സില് ഒരേ ഒരു ചിന്ത മാത്രം, അയ്യപ്പൻ, വിശ്വാസികൾ. ആ വർഗീയവാദികളുടെ പ്രചാരവേലയോടൊപ്പം ചേർന്ന് നിൽക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഇല്ല. വിശ്വാസികൾക്കൊപ്പമാണ് ഞങ്ങൾ. അങ്ങനെ 7 കോടി രൂപ ചെലവിട്ട് ഭക്തർക്ക് വേണ്ടി നടത്തുന്ന ആഗോള അയ്യപ്പ സംഗമത്തിന് നാളെ തുടക്കമാവുന്നു. 9 കൊല്ലമായി ശബരിമലയിൽ ഒരു വികസന പ്രവർത്തനവും നടത്താത്ത സർക്കാർ 10ാമത്തെ കൊല്ലം തെരഞ്ഞെടുപ്പ് 2026 പ്രശ്നം. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് മാസ്റ്റർ പ്ലാനുമായി ഇറങ്ങിയത് ജനങ്ങളെ കബളിപ്പിക്കാനല്ലേ? അതെന്ത് വർത്താനാണ് സതീശേട്ടാ? ഈ 9 കൊല്ലം ലിംഗസമത്വത്തിന്റെ കാര്യത്തിലും ബാക്കി എല്ലാ കാര്യത്തിലും ഞങ്ങളുടെ കോമ്രേഡ്സ് നിലപാടിന്റെ രാജാക്കന്മാരായിരുന്നു. ഈ 10ാം കൊല്ലം തെരഞ്ഞെടുപ്പ് എടുക്കാറാവുമ്പോ പെട്ടെന്ന് അവർക്കൊരു ഉൾവിളി ഉണ്ടായി. അങ്ങനെ അയ്യപ്പനോട് ഭയങ്കര സ്നേഹം തോന്നി. അതാണ്ടായേ. മാസ്റ്റർ പ്ലാൻ കഴിഞ്ഞ 10 വർഷമായി നടപ്പാക്കിയിട്ടില്ലല്ലോ. എന്നിട്ട് ഇപ്പൊ അതിനെപ്പറ്റി പഠിക്കാനാണ് അയ്യപ്പ സംഘം എന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കും? വിശ്വസിക്കണം. ഇതൊരു രാഷ്ട്രീയ പരിപാടിയല്ല. ഇത് ദേവസ്വം ബോർഡാണ് നടത്തുന്നത്. രാഷ്ട്രീയത്തിൽ ഇതിലൊരു റോളില്ല. പറഞ്ഞു കൊടുക്കും മിനിസ്റ്റർ അങ്ങോട്ട്. അയ്യപ്പ ഭക്തന്മാരായിട്ടുള്ള എല്ലാവർക്കും വരാം. അതിന് രാഷ്ട്രീയത്തിന്റെ പ്രശ്നം ഇവിടെ ഇല്ല. കാരണം ഇവിടെ രാഷ്ട്രീയക്കാരല്ല ഇത് നടത്തുന്നത്. ദേവസ്വം ബോർഡും അതോടൊപ്പം അവരെ സഹായിക്കാൻ ഗവൺമെന്റും. ആഗോള അയ്യപ്പ സംഗമത്തിലെ രാഷ്ട്രീയം കാണാതെ വിശ്വാസികൾക്ക് വേണ്ടി ഇത്ര കഷ്ടപ്പെടുന്ന നമ്മുടെ സർക്കാർ എന്തൊരു പുണ്യപ്രവൃത്തിയാണല്ലേ ചെയ്യുന്നത്? സർക്കാർ പരിപാടിയല്ലാന്ന് പറഞ്ഞിട്ട് ഫ്ലെക്സില് മുഖ്യമന്ത്രിക്കും ദേവസ്വം മന്ത്രിക്കും എന്താ കാര്യം? ഫ്ലെക്സില് അയ്യപ്പൻ എവിടെ? പിണറായി വിജയനും ദേവസ്വം മന്ത്രി വാസവനും മാത്രമേ ഉള്ളൂ. ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഇല്ല, അയ്യപ്പനും ഇല്ല. അയ്യപ്പ സംഗമത്തിൽ അയ്യപ്പനില്ല. പിണറായി വിജയനും വാസവനും മാത്രമേ ഉള്ളൂ ബോർഡിൽ. അത് പിന്നെ എന്റെ തല എന്റെ ഫുൾ ഫിഗർ എന്നുള്ളത് ഞങ്ങളുടെ നേതാക്കളുടെ ഒരു ഹോബിയാണ്. അങ്ങനെ പറ്റിയതാ. എന്നാലും ഈ കയ്യിൽ കാശില്ലേ, സാമ്പത്തിക പ്രതിസന്ധിയാണ് എന്ന് നിലവിളിക്കുന്നവർക്ക് ഈ അയ്യപ്പ സംഗമം നടത്താൻ കോടിക്കണക്കിന് ഉറുപ്പിക എവിടെ നിന്ന് കിട്ടിയെന്നാണ് നിങ്ങൾ ആലോചിക്കുന്നത്? ഇപ്പൊ ഈ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പാർട്ടി നമുക്ക് വരാത്ത രൂപത്തിലുള്ള സ്പോൺസർമാരെ ദേവസ്വം ബോർഡ് കണ്ടെത്തുന്ന രൂപത്തിലേക്ക് ഇവർ നീങ്ങിയിട്ടുണ്ട്. മനസ്സിലായില്ല? ഇതുവഴി വമ്പൻ കോർപ്പറേറ്റുകളായിട്ട് മച്ച ബന്ധം ഉണ്ടാക്കണമെന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. കോർപ്പറേറ്റുകളായിട്ടോ? അവരൊക്കെ ബൂർഷ്വാസികളല്ലേ സഖാവേ എന്ന് ചോദിക്കാൻ തോന്നുന്നുണ്ടാവൂലേ? നാടോടുമ്പോ നടുവേ ഓടണം മിച്ചർന്നാണ് ആ കാര്യത്തിലെ സഖാക്കൾക്ക് പറയാനുള്ളത്. ഹൈക്കോടതി അറിയാതെ സർക്കാരിലെ ചിലരും ദേവസ്വം ബോർഡിലെ ചിലരും ചേർന്നിട്ടാണ് അയ്യപ്പന്റെ 4 കിലോ സ്വർണം കൊള്ളയടിച്ചിരിക്കുന്നത്. എന്നിട്ടാണ് നാളെ അയ്യപ്പ സംഗമം നടത്താൻ പോകുന്നത്. അയ്യപ്പ സംഗമത്തിന്റെ കാര്യം പറയുമ്പോ എന്തിനാ ദാസപ്പ ശബരിമലയിലെ സ്വർണ്ണപ്പാളിന്ന് കിലോ കണക്കിന് സ്വർണം കാണാണ്ടായ കാര്യം പറയണേ? അയ്യപ്പ സംഗമം നടത്തുന്നതിന് മുമ്പ് ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ സ്വർണം എവിടെ? 4 കിലോ സ്വർണം കാണാതെ പോയി. പോളണ്ടിനെ പറ്റി നീ ഒരക്ഷരം മിണ്ടരുത്, എനിക്കത് ഇഷ്ടമല്ല. ശബരിമലയിലെ സ്വർണ്ണപ്പാളി അറ്റകുറ്റപ്പണിക്കായിട്ട് കൊണ്ടുപോകുന്നു. തിരിച്ചു കൊണ്ടുവരുമ്പോ അതിൽ നിന്ന് 4 കിലോ സ്വർണം കാണാണ്ടാവുന്നു. അതൊരു തെറ്റാണോ? തെറ്റാണോ? അയ്യപ്പന്റെ സ്വർണ്ണം അടിച്ചു മാറ്റിയ ആളുകളാണ് സർക്കാരിലും ദേവസ്വം ബോർഡിലും ഇരിക്കുന്നത്. അയ്യപ്പന്റെ 4 കിലോ സ്വർണ്ണം അടിച്ചു മാറ്റി. അതിന്റെ പാപം മറയ്ക്കാൻ വേണ്ടിയിട്ടാണോ അയ്യപ്പ സംഗമം നടത്തുന്നത് എന്ന് സംശയം തോന്നുന്ന രീതിയിലാണ് അയ്യപ്പ സംഘവുമായിട്ട് ഇപ്പോ വന്നിരിക്കുന്നത്. പുണ്യമല ശബരിമല പൂത്തുലയും മകരമല മല കാണാൻ ഞങ്ങൾ വരുന്നേ, സ്വാമി നിന്നാമം പാടി വരുന്നേ. ചെയ്ത പാപങ്ങൾ കളയാനാണ് ഇപ്പൊ ഇങ്ങനെ ഒരു അയ്യപ്പ സംഗമം എന്നാണ് പ്രതിപക്ഷത്തിന്റെ വിമർശനം. നിങ്ങൾ വിമർശനം തുടർന്നോളൂ. ഞങ്ങൾ ആത്മീയതയുടെ പാതയിലാണെന്ന് പറഞ്ഞ് വിശ്വാസികളുടെ കൂടെ നിൽക്കാണ് നമ്മുടെ കോമ്രേഡ്സ്. അതെ, അയ്യപ്പ സംഗമം നടത്താൻ കാണിക്കുന്ന ഈ ഉഷാറുണ്ടല്ലോ, കാണാണ്ടായ ആ 4 കിലോ സ്വർണം കണ്ടെത്താൻ കൂടി കാണിച്ചിട്ടുണ്ടെങ്കിൽ വലിയ ഉപകാരം.